പാകിസ്ഥാനിലെ ലാഹോറിലുള്ള സൈനിക കേന്ദ്രത്തിൽ ഇന്ത്യയുടെ എയർ സ്ട്രൈക്ക് നടന്നിരിക്കുന്നു. ഈ വാർത്തയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി അടിവരയിട്ട് കാണിക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വശമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇത്രമാത്രം അഗ്രസീവായിരിക്കുന്ന നീക്കം എടുത്തു വെക്കേണ്ട കാരണം എന്തെല്ലാമാണ്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ പിറകിൽ മാധ്യമങ്ങൾ പറയാതെ പോകുന്ന ചില സത്യാവസ്ഥയുള്ളത്. ഇങ്ങനെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ട് ചെയ്ത കാര്യത്തെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ തൊട്ടു മുമ്പത്തെ വീഡിയോ കണ്ടാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റിയാണ് അറിയേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അർദ്ധരാത്രി മെയ് 7 നടത്തിയൊരു ഓപ്പറേഷനാണ്. സോ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിൽ ഷെല്ലാക്രമണം അതിർത്തിയിലെ പല പ്രദേശത്തും കാണാൻ സാധിച്ചിരുന്നു. അതിൽ കാശ്മീരിലെ പൂഞ്ച് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലുള്ള അതിർത്തി പ്രദേശത്താണ് കാര്യമായ പ്രശ്നം സംഭവിച്ചത്. ഇതുവരെ വരുന്ന ഒഫീഷ്യൽ കൺഫർമേഷൻ പ്രകാരം 16 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടന്നു വരുന്നത്. അതായത് ഇന്ന് നമ്മുടെ നാട്ടിലെ പല പൊളിറ്റീഷ്യൻസും ഈവൻ പലരും സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല, എന്തിനൊരു യുദ്ധത്തിലൂടെ നീങ്ങണമെന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ ഇവിടെ അറിയാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേജർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ആക്രമിച്ചത് സാധാരണക്കാരെയല്ല, മറിച്ച് ടെററിസ്റ്റുകാരെ, ഇന്ത്യക്ക് പ്രശ്നമാകുന്ന, ഇന്ത്യക്ക് പ്രശ്നം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടെററിസ്റ്റുകൾ ഇന്ത്യ ആക്രമിച്ചത്. ഇപ്പോൾ വരുന്ന ഒഫീഷ്യൽ സ്ഥിരീകരണ പ്രകാരം ഇന്ത്യ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ് പ്രഖ്യാപിച്ചിരുന്ന മസൂദ് അഷറിന്റെ സഹോദരൻ, ഈ സഹോദരനായിരുന്നു കാണ്ഡഹാർ വിമാനം റാഞ്ചിയിട്ട് മസൂദ് അഷറിനെ ജയിൽ മോചിപ്പിക്കാനായിട്ട് കാരണമായത്. ആ സഹോദരനെ ഈ ഒരു അറ്റാക്കിൽ ഇന്ത്യ എലിമിനേറ്റ് ചെയ്തു എന്ന കാര്യത്തെപ്പറ്റി സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 100-ലധികം ടെററിസ്റ്റുകളെ എലിമിനേറ്റ് ചെയ്തു എന്ന്. സോ പാകിസ്ഥാന്റെ ഭാഗത്ത് സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ടെററിസ്റ്റുകളെ പോലും അവരുടെ സ്വന്തം പൗരന്മാരായിട്ട് കാണുകയും അവരുടെ വിലപ്പെട്ട ഒരു വസ്തുവായിട്ട് കാണുകയും ചെയ്യുന്നതാണ് ഇവരുടെ മരണാന്തര ചടങ്ങുകൾ കാണാൻ സാധിക്കുന്നത്. ഈവൻ പാകിസ്ഥാന്റെ ആർമി ഒഫീഷ്യൽസ് പോലും മരണാന്തര ചടങ്ങുകൾ പങ്കെടുത്തെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. ഇതുവരെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല സാധാരണക്കാർ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന്. പാകിസ്ഥാൻ മീഡിയയും അതുപോലെ പാകിസ്ഥാനിലെ പല സോഷ്യൽ മീഡിയ യൂസേഴ്സും പടച്ചുവിട്ട ഒരു വ്യാജ ന്യൂസായിട്ടാണ് ഇന്ത്യ സാധാരണക്കാരായ കുട്ടികളെ പോലും കൊലപ്പെടുത്തുന്ന പറയുന്ന കാര്യം മാറാൻ സാധിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് ഇന്ത്യയിൽ സംഭവിച്ച കാര്യത്തിന് വ്യക്തമായ തെളിവുകൾ ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. ഇവിടെയും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ പൂഞ്ചിലുണ്ടായ പാകിസ്ഥാന്റെ പ്രകോപനപരമായിരിക്കുന്ന അറ്റാക്കിൽ 16 പേർ കൊല്ലപ്പെട്ടു. അതിൽ കുട്ടികൾ 5 പേരിലധികം വരുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികളും സാധാരണക്കാരും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് പാകിസ്ഥാനോട് ചോദിക്കേണ്ടിയിരിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് ഇന്ത്യ എന്ന് ലാഹോറിലെ പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യോമാക്രമണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യോമാക്രമണത്തിന് ഇന്ത്യ ഉപയോഗിച്ചത് ഡ്രോണുകളാണെന്ന് പറയുന്ന മറ്റൊരു സവിശേഷതയാണ്. സോ ഈ കാര്യത്തെപ്പറ്റി കവർ ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് പൂഞ്ചിലുണ്ടായ ഒരു ഇൻസിഡന്റിൽ ഞാൻ എനിക്ക് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയൊരു കാര്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ ഇൻസിഡന്റിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഫോട്ടോയും ആ മരിച്ചു കിടക്കുന്ന ആ ഫോട്ടോസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പല മീഡിയ, ഈവൻ കേരളത്തിലെ മീഡിയ പോലും ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തത് ഒരു ടെററിസ്റ്റിനെ ഇന്ത്യ എലിമിനേറ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യമായിട്ടാണ്. കൊല്ലപ്പെട്ട ആ വ്യക്തി ഒരു സാധാരണക്കാരനാണ്, ഇന്ത്യൻ പൗരനാണ്. കുറച്ച് താടിയുണ്ടെന്ന് പറയുന്ന ഒരു കാരണം മാത്രം കൊണ്ട് അയാളെ ടെററിസ്റ്റാക്കി മാറ്റിയത് എത്രമാത്രം തെറ്റായ കാര്യമെന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ അവരുടെ കുടുംബം ഒഫീഷ്യലായിട്ട് സീ ന്യൂസിനെതിരെയും അതുപോലെ മറ്റൊരു മീഡിയക്കെതിരെയും പോലീസ് കംപ്ലൈൻറ്റുമായിട്ട് പോകാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അറിയിച്ചിട്ടുണ്ട്. ലീഗലി അവർ ഈ ഒരു പ്രശ്നം കൊണ്ടുപോകുന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നടത്തിയ അറ്റാക്കിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. ആ ഇന്ത്യക്കാരൻ്റെ മതം നോക്കിയിട്ട് അത് ഇന്ത്യക്കാരനല്ല പാകിസ്ഥാനി പൗരനാണ്, അവൻ ടെററിസ്റ്റ് ആണെന്ന് പറയുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് എത്രമാത്രം ഒരു മീഡിയ മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് നോക്കാം. ആ കാര്യമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പാകിസ്ഥാനും ഈസിയായിട്ട് തന്നെ വീണിട്ടിയ അവസരമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടക്ട് ചെയ്തു എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണമായിട്ടും അത് നടപ്പായിട്ടില്ല, പാകിസ്ഥാൻ കൗണ്ടർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഴയ പല ഫേക്ക് വീഡിയോസ്, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ തകർന്നു വീണ വിമാനങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ട് ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനം തകർത്തിരിക്കുന്നു പറഞ്ഞുള്ള ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തത്. ഈ ഫേക്ക് ന്യൂസിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ മിനിസ്റ്റർ CNN എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ ചാനൽ അമേരിക്കൻ മീഡിയയ്ക്ക് നൽകുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു മീഡിയ വക്താവ് ചോദിച്ചൊരു കാര്യമായിരുന്നു, പാകിസ്ഥാൻ ഇന്ത്യയുടെ ജെറ്റുകളൊക്കെ ആക്രമിച്ചു എന്ന് പറയുന്നില്ല, അതിനെന്ത് തെളിവാണുള്ളതെന്ന്. അതിന് മറുപടി പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്ന്. സോ ഒരു മിനിസ്റ്റർ തന്നെ അത്രമാത്രം മിസ്ഇൻഫർമേഷൻ പാകിസ്ഥാനിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഇത് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് പാകിസ്ഥാൻ തിരിച്ചു നൽകേണ്ട അത്യാവശ്യമായിട്ട് മാറുന്നു എന്ന രീതിയിൽ ഒരു ബിംബം ക്രിയേറ്റ് ചെയ്ത് അതുവഴി
പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. പാകിസ്ഥാന്റെ പിറകിൽ ചരട് പിടിക്കുന്ന ആരാന്ന് ഒരു സംശയമില്ലെന്ന് പറയാൻ സാധിക്കും. തുർക്കി, ചൈന, അസർബൈജാനൊക്കെ ഇന്നും ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കെല്ലാമുള്ള ഒരു അവസരമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ എക്കോണമി ഗ്രോത്തും ഇന്ത്യ സാമ്പത്തികമായിട്ട് പല മേഖലയിൽ കൈവരിക്കുന്ന നേട്ടവുമെല്ലാം ഒരേപോലെ ഇല്ലാതാക്കാനായിട്ട് ഒരു യുദ്ധം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധം എന്ന് പറയുന്ന ബിംബം ക്രിയേറ്റ് ചെയ്ത് അതുവഴി വലിയ തോതിലൊരു പ്രശ്നം ഇന്ത്യക്ക് കൊണ്ടുവരാനായിട്ട് പാകിസ്ഥാനും പാകിസ്ഥാന്റെ പിറകിലുള്ള പല ശക്തികളും ശ്രമിക്കുന്നത്. സോ ഈ കാര്യമെല്ലാം മനസ്സിലായിരിക്കും. ഇതെന്തുകൊണ്ട് ഞാൻ പറയാനുള്ള കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് എത്താതെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് യുദ്ധകാലഘട്ടത്തിൽ മാറാറുണ്ട്. അങ്ങനെ സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. സോ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. അത് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് ഡിഫൻസ് മിനിസ്റ്ററി പുറത്തുവിട്ട ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യമായിരുന്നു, ഞങ്ങൾ പാകിസ്ഥാന്റെ മിലിറ്ററി അസറ്റിനെ ടാർഗറ്റ് ചെയ്തു എന്ന്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 16 സാധാരണക്കാരെ പാകിസ്ഥാൻ ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനവുമില്ലാതെ കൊല ചെയ്തിരിക്കുകയാണ്. ഈ 16 സാധാരണക്കാരെ കൊല ചെയ്തു. അതിനു മുമ്പ് 26 ഇന്ത്യൻ പൗരന്മാരെ പെഹൽഗാമിൽ ടെററിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തി. അന്ന് ആ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ക്രെഡിബിൾ എവിഡൻസ് ഇന്ത്യയുടെ കൈവശം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായിട്ട് ലോക രാജ്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് ഈ അറ്റാക്ക് നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പ്രധാനപ്പെട്ട UNSCയിലെ ഇപ്പോഴത്തെ മെമ്പേഴ്സായിരിക്കുന്ന 13 രാജ്യങ്ങളുടെ വക്താക്കളോട് സംസാരിക്കും. അവരോട് ഈ കാര്യത്തെപ്പറ്റി കൃത്യമായിട്ട് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിലെ നേതാക്കന്മാർ ഒഫീഷ്യലി പറഞ്ഞ കാര്യമാണ്, ഇന്ത്യ തീവ്രവാദത്തിനെതിരെ നടത്തിയൊരു നീക്കമാണെന്നും അല്ലാതെ പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല ചെയ്തത്. സോ അത്രയും ഒരു പ്രിസിഷനായിട്ട് അത്രയും കൃത്യതയോടുകൂടി പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അതിൽ ഈ മസൂദ് അസർ, ജെയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറും തലവനുമായിരിക്കുന്ന മസൂദ് അസറിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ സെന്റർ, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സെന്ററിനെ തന്നെ ഇന്ത്യ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിന്റെ ഈ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ ഇന്ത്യ കൃത്യമായിട്ട് ടെററിസ്റ്റുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് അതിർത്തിയിലുള്ള 25ഓളം വരുന്ന പ്രദേശങ്ങളിൽ, ഈ പഞ്ചാബ് ഭാഗത്തും കാശ്മീർ ഭാഗത്തും ഈവൻ ചണ്ഡീഗഡ് ഭാഗത്ത് പോലും പാകിസ്ഥാൻ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞ കാര്യം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൃത്യമായ സുരക്ഷ ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. പഞ്ചാബിലെ ഒരു ഗുരുദ്വാരയിൽ പോലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായെന്ന് പറയുന്ന വാർത്ത കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ത്യ കൃത്യമായിട്ട് തന്നെ പാകിസ്ഥാനുള്ള മറുപടി നൽകേണ്ടത് അത്യാവശ്യമായിട്ട് മാറി. അങ്ങനെയാണ് ഇന്ത്യ ഇന്ന് വൈകുന്നേരം 3 മണിയായപ്പോൾ, മെയ് 8-ാം തീയതി വൈകുന്നേരം 3 മണിയായപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച ഒരു കാര്യമായിട്ട് മാറിയിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചുവെന്ന്. ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഭേദിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അതിനെ സീഡ് എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് സപ്രഷൻ ഓഫ് എനിമീസ് എയർ ഡിഫൻസ് എന്ന് പറയും. സോ ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഭേദിച്ചുകൊണ്ട് അവരുടെ മിലിറ്ററി അസറ്റിനെ എലിമിനേറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ പാകിസ്ഥാന്റെ കൈവശമുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ നശിപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കാരണമായി മാറിയത് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കുന്ന ഡ്രോൺസ് ആണ്. ഇതിൽ തന്നെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഹെറോബ് ഡ്രോൺസും ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺസ് എല്ലാം കൃത്യമായിട്ട് ഇന്ത്യക്ക് ഒരു മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്ന പറയുന്ന കാര്യത്തെപ്പറ്റി കാണാൻ സാധിക്കും. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മോഡേൺ വാർഫെയറിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ടെക്നോളജിയും ഇത്തരത്തിലുള്ള മോഡേൺ ആയുധങ്ങളും. അതെല്ലാം തന്നെ ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ കാണിച്ചു കൊടുക്കാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. സോ എന്തായിരിക്കും ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരിക എന്ന് പറയുന്ന സംശയമാണ് പലർക്കും ഉണ്ടാകും. സോ തീർച്ചയായിട്ടും എൻ്റെ ഒരു പേഴ്സണൽ ആയിരിക്കുന്ന അനാലിസിസിൽ ഞാൻ ഈ പ്രശ്നത്തെ പറ്റി മുൻപും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ മിലിറ്ററി കേപ്പബിലിറ്റീസിനെ പറ്റിയും കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിരിക്കുന്ന യുദ്ധത്തിലോട്ട് നീങ്ങില്ല എന്നാണ്. കാരണം അങ്ങനെ ഒരു യുദ്ധം, പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിച്ച് ഇന്ത്യക്കെതിരെ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ പ്രശ്നം വരാൻ പോകുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം IMFന്റെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിച്ചിട്ട് ആ ലോൺ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഗവൺമെന്റും അവിടെയുള്ള പല ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന IMFോ അല്ലെങ്കിൽ ഒരു രാജ്യമോ അതിന് ലോൺ അനുവദിക്കില്ല. സോ ചൈനയോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളോ പാകിസ്ഥാന്റെ പിറകിൽ നിൽക്കുന്ന രാജ്യങ്ങളോ വേണമെങ്കിൽ വെപ്പൺസോ ബാക്കിയുള്ള ടെക്നിക്കൽ സപ്പോർട്ടോ അവർക്ക് നൽകിയേക്കാം. അങ്ങനെ നൽകിയാലും ഇന്ത്യയുടെ കൈവശമുള്ള മോഡേൺ ടെക്നോളജിയും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിഫൻസിലോട്ട് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഈ അമൗണ്ടിനും കൂടെ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ വിഷയത്തെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ടായിരിക്കും ഇനി ലോക നേതാക്കന്മാരുടെ സപ്പോർട്ടിലൂടെ ശ്രമിക്കുക. അതാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ ഈ തിരിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു 1 വർഷത്തേക്കെങ്കിലും പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനപരമായ രീതിയിൽ വെടിയുതിർത്തലും ബാക്കിയുള്ള പല കാര്യങ്ങളും നടപ്പാക്കിയേക്കാം. അതിനെല്ലാം നമ്മൾ തിരിച്ചടി എന്ന രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനെ ടോട്ടലി ടൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സിന്ധു നദി ഉടമ്പടിയെ ഇന്ത്യ റദ്ദാക്കിയിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയുടെ പല പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ നിന്നും ജലം തുറന്നു വിടുന്നതും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകാതിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇതിൽ സാധാരണക്കാർ അഫക്റ്റ് ആകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ സാധാരണക്കാരെ ഉപരിയായിട്ട് പാകിസ്ഥാന്റെ ഗവൺമെന്റിന് അത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയേക്കാം. കാരണം ഓൾറെഡി
പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരിലാണെങ്കിലും പാകിസ്ഥാൻ്റെ പല പ്രൊവിൻസിലാണെങ്കിലും ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വികാരമുണ്ട്. ഈ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വികാരം ഉണ്ടാകുമ്പോൾ അവിടെ ജനങ്ങൾ കൂടുതൽ ഒരു കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വീണ്ടും വരുമ്പോൾ അതിന് കാരണം ഗവൺമെൻറ് ആണെന്ന് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനകത്ത് ഇതൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറിയേക്കാം. ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇന്ത്യ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്ത്യക്കാരെ ഓരോരുത്തരും തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാരണവശാലും ഒരു മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റായ കാര്യത്തെപ്പറ്റി ലോകത്തുള്ളവർ വിളിച്ചു പറയുകയോ ചെയ്യരുത്. കാരണം ലോകരാജ്യങ്ങളിൽ ഉറ്റുനോക്കുന്നത് ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റെന്നാണ്. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങൾ പോലും ബയസ്ഡായിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴായിട്ട് പാകിസ്ഥാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കുകയും കൃത്യമായിട്ട് വരുന്ന വിവരങ്ങൾ, ഗവൺമെൻറ് പുറത്തുവിടുന്ന വിവരങ്ങളും അതേപോലെ വെരിഫൈഡ് ആയിട്ട് കൺഫേം ചെയ്ത വാർത്തകളും നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റിയൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അതിർത്തിയിലെ പല കേന്ദ്രങ്ങളിലും സൈനികമായിരിക്കും നീക്കം നടപ്പാക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ഈവൻ പഞ്ചാബിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്ന കാര്യമായിരുന്നു എയർക്രാഫ്റ്റിൻ്റെ ആവശ്യങ്ങൾ കിട്ടിയെന്ന്. ഇത് പാകിസ്ഥാനി എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന വാദത്തെ പറ്റിയും ഇന്ന് ട്വിറ്ററിൽ കാണാൻ സാധിക്കും. സോ പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റ് ഇന്ത്യൻ വ്യോമപാതയിലോട്ട് പ്രവേശിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഇവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ലാഹോറിൻ്റെ അകത്ത്, അതായത് പാകിസ്ഥാനിലെ ഒരു മേജർ ടൗൺ ആണ് ലാഹോർ എന്ന് പറയുന്നത്. ഈ ലാഹോറിൻ്റെ അകത്തുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പോലും ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. ഇത് ഇന്ത്യ നടത്തിയ അറ്റാക്കിലൂടെ ഉണ്ടായതാണ് പാകിസ്ഥാൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഞാൻ വീണ്ടും പറയുന്നത്, ഇതൊരു വെരിഫൈഡ് ആയിരിക്കുന്ന വാർത്തയല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്ത വരുമ്പോൾ പോലും അത് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇന്ത്യ ഒഫീഷ്യലി പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് നേരെ പാകിസ്ഥാൻ പ്രകോപനപരമായിട്ട് ആക്രമണം നടപ്പാക്കിയതുകൊണ്ടാണ്. ഇത് പഹൽഗാമിൽ നടന്ന അറ്റാക്കിന് ശേഷം വീണ്ടും പുഞ്ചിലുണ്ടായ അറ്റാക്കിന് ശേഷമാണ് ഇന്ത്യ ഇതിന് തിരിച്ചടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പാകിസ്ഥാൻ്റെ പല പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം നശിപ്പിക്കാനായിട്ട് ഇന്ത്യ ഇത്തരത്തിലുള്ള ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിച്ചേക്കാം. സോ ഇന്ത്യയുടെ UAVs, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസും അതേപോലെ തന്നെ ഇന്ത്യ ഡിഫൻസ് സിസ്റ്റത്തിൽ എത്രമാത്രം ശക്തമാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി കാണിച്ചു തരുന്നതും ഇവിടെ കാണാൻ സാധിക്കും. ഈവൻ പാകിസ്ഥാൻ നടത്തിയ പല മിസൈൽ അറ്റാക്കുകളും ചെറുത്ത് നിൽക്കാനായിട്ട് ഇന്ത്യയുടെ റഷ്യയുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ എയർ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും ഇന്ത്യയുടെ കൈവശം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിരിക്കുന്ന ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും എല്ലാം ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന്. ഇവിടെ ഇന്ത്യയും യുദ്ധം ആഗ്രഹിച്ചല്ല പാകിസ്ഥാനിലെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ നശിപ്പിച്ചത്. പക്ഷേ പാകിസ്ഥാൻ അത് അവരെ ആക്രമിച്ചു, സാധാരണക്കാരെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്ന് അതുവഴി ഇന്ത്യക്കെതിരെ പ്രശ്നം ക്രിയേറ്റ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാട് ശരിയാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും. ഇന്ത്യ നൽകിയ തിരിച്ചടി ശക്തമായത് തന്നെയാണെന്നും അത് ടെററിസ്റ്റിലെ ടാർഗറ്റ് ആയതുകൊണ്ട് തന്നെ അത് ശരിയാണെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഓവറോളായിട്ട് ഈ പ്രശ്നത്തെ പറ്റിയിട്ട് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള പല വീഡിയോസും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റിയും ഇന്ത്യക്കുള്ള മുൻതൂക്കവും അതേപോലെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ തിരികെ പിടിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകളും വരുന്നുണ്ട്. അത് തിരികെ പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് നേട്ടം ഇന്ത്യക്ക് ഉണ്ടാവും, എന്ത് കോട്ടമാണ് ഇന്ത്യക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിരിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.